നമസ്കാരം. ആന്റണി രാജു ഈ അടുത്ത കാലം വരെ നമ്മുടെ മന്ത്രിയായിരുന്നു, ഇപ്പോഴും MLA ആണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും കഷ്ടി രക്ഷപ്പെട്ട് MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒക്കെ ഒപ്പിച്ചെടുത്ത മെയ്വഴക്കമുള്ള നേതാവാണ് ആന്റണി രാജു. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്. ആന്റണി മാത്രം ജയിച്ചതുകൊണ്ട്, മന്ത്രിയായതുകൊണ്ട് ആ പാർട്ടിയുടെ സ്ഥാപകനായ ഡോക്ടർ KC ജോസഫ് പിന്നെ അദ്ദേഹത്തോട് മിണ്ടിയിട്ടില്ല എന്നാണ് ഡോക്ടർ KCയുടെ ചില പരിചയക്കാർ എന്നോട് പറഞ്ഞത്. എന്തായാലും ആന്റണി രാജു ഉടൻ അഴിയെണ്ണേണ്ടി വരും. സാധാരണഗതിക്ക് ഒരു മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിക്കുന്നത് 3 വർഷത്തിൽ താഴെ തടവ് കിട്ടുന്ന കുറ്റകൃത്യങ്ങളിലാണ്. അത്തരം സാഹചര്യങ്ങളിൽ ശിക്ഷിക്കുമ്പോഴും ശിക്ഷ സസ്പെൻഡ് ചെയ്യും, എന്നിട്ട് ജാമ്യാപേക്ഷയ്ക്ക് സമയം കൊടുക്കും. എന്നാൽ 3 വർഷത്തിൽ കൂടുതൽ തടവുണ്ടെങ്കിൽ ശിക്ഷിക്കുമ്പോൾ ജയിലിൽ പോവേണ്ടി വരും. അത് കഴിഞ്ഞേ ജാമ്യാപേക്ഷ കൊടുക്കാൻ കഴിയൂ. ആന്റണി രാജുവിനെതിരെ ആദ്യം ചുമത്തിയിരുന്നത് 3 വർഷത്തിൽ താഴെ തടവ് കിട്ടുന്ന കുറ്റകൃത്യമായിരുന്നെങ്കിൽ അതിന്റെ പിന്നാലെ മുൻ മനോരമ ന്യൂസ് ലേഖകൻ അനിൽ ഇമ്മാനുവൽ നടന്നതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന വഞ്ചന എന്ന ജീവപര്യന്തം വരെ തടവ് കിട്ടാവുന്ന 409 എന്ന സെക്ഷൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വിചാരണ നടത്തിയ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയല്ല, തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയായിരിക്കും ശിക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ ആന്റണി രാജുവിന് 7 വർഷം വരെ തടവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ആന്റണി രാജുവിന് MLA എന്ന സംരക്ഷണം കിട്ടിയെന്ന് വരില്ല, നേരെ ജയിലിലേക്ക് പോവേണ്ടി വരും. നമ്മുടെ രാഷ്ട്രീയക്കാരുടെ അഴിമതിയും തട്ടിപ്പും ക്രിമിനൽ വാസനയും ഒക്കെ വെച്ച് നോക്കിയാൽ വലിയ കുറ്റകൃത്യമൊന്നുമല്ല ആന്റണി ചെയ്തത്. അതും രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് ചെയ്ത ഒരു കുരുത്തക്കേട്. പല വക്കീലന്മാരും അവരുടെ കേസ് ജയിക്കുന്നതിന് വേണ്ടി തെളിവുകൾ നശിപ്പിക്കുകയും കൃത്രിമമായ തെളിവുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ നിയമ സംവിധാനത്തിൽ പതിവാണ്. അങ്ങനെ ചെയ്ത ഒരു കുറ്റകൃത്യം പിന്നാലെ ചിലർ നടന്നതുകൊണ്ട് ആന്റണി രാജുവിന് വിനയായി മാറി ഇപ്പോഴിതാ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. 35 വർഷം മുമ്പ് സംഭവിച്ച ഒരു കുറ്റകൃത്യത്തിന്റെ തുടർച്ചയാണ് ആന്റണി രാജു പ്രതിയാവുന്നത്. 31 വർഷം മുമ്പ് ആന്റണി രാജുവിന്റെ മേൽ കുറ്റം ചുമത്തിയതാണ്. പക്ഷേ ആന്റണി രാജു ആയതുകൊണ്ട് മെല്ലെപ്പോക്ക് നടന്നു. ഒടുവിൽ നാടകീയമായ ചില ഇടപെടലുകളെ തുടർന്ന് ഈ വിധമെത്തി. 1990-ൽ ഓസ്ട്രേലിയയിൽ നിന്നും കേരളം സന്ദർശിക്കാനെത്തിയ ആൻഡ്രൂ സാൽവാദർ തന്റെ അടിവസ്ത്രത്തിൽ ലഹരി മരുന്ന് കടത്തിക്കൊണ്ടുവന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പിടിക്കപ്പെടുന്നു. ആൻഡ്രുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ജയിലിൽ അടയ്ക്കുന്നു, കോടതി വിചാരണ നടത്തുന്നു, 10 വർഷത്തേക്ക് തടവിന് വിധിക്കുന്നു. എന്നാൽ ആൻഡ്രു അപ്പീലുമായി ഹൈക്കോടതിയിൽ പോകുന്നു. ആൻഡ്രു കേസ് ഏൽപ്പിച്ചത് അക്കാലത്തെ ഏറ്റവും പ്രഗത്ഭനായ വക്കീല് കുഞ്ഞിരാമ മേനോനെയാണ്. കുഞ്ഞിരാമ മേനോൻ കോടതിയിൽ തൊണ്ടി മുതലായി എടുത്തു കാട്ടിയത് കുഞ്ഞ് ജട്ടിയായിരുന്നു. ആ ജട്ടി ഒരിക്കലും പ്രതിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, ഇത് കള്ളക്കേസാണെന്ന് വാദിച്ചു കുഞ്ഞിരാമ മേനോൻ. കോടതി ശരിവെച്ചു, കുറ്റവിമുക്തനാക്കി. ആൻഡ്രു ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചുപോയി. അവിടെ എത്തിയ ആൻഡ്രു ഒരു കൊലപാതക കേസിൽ പ്രതിയാവുന്നു. കൊലപാതക കേസിൽ പ്രതിയായി മെൽബണിലെ ജയിലിൽ കഴിയുമ്പോൾ ഇതൊന്നും തനിക്ക് വലിയ കാര്യമല്ല, താൻ ഇന്ത്യയിൽ വെച്ച് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു. ഒടുവിൽ കോടതിയിലെ ക്ലർക്കും ജൂനിയർ അഭിഭാഷകനും ചേർന്ന് തൻ്റെ ജട്ടി മാറ്റി രക്ഷിച്ചെടുത്തു എന്ന വിവരം പറയുന്നു. ഈ സഹതടവുകാരൻ ഇക്കാര്യം ഓസ്ട്രേലിയയിലെ കൊലപാതക കേസ് അന്വേഷിക്കുന്ന സംഘത്തെ അറിയിക്കുന്നു. അവർ ഇക്കാര്യം ഇന്റർപോളിലൂടെ CBI അറിയിക്കുന്നു. CBI ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് കേരള പോലീസിലേക്ക് കത്തയക്കുന്നു. കേരള പോലീസിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയും അന്നത്തെ ജൂനിയർ വക്കീലായ ആന്റണി രാജുവിനെയും ജോസ് എന്ന കോടതി ക്ലർക്കിനെയും പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു കേസ്. 15 വർഷത്തിന് ശേഷം ആന്റണി രാജു താൻ പ്രാക്ടീസ് ചെയ്യുന്ന കോടതിയിൽ ഈ കേസ് പരിഗണിച്ചാൽ അത് ഇരകൾക്ക് നീതി കിട്ടില്ല എന്ന വിചിത്രവാദവുമായി കോടതി മാറ്റത്തിന് അപേക്ഷിക്കുന്നു. അങ്ങനെ നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റിയ കേസ് അവിടെയും ചവിട്ടിയിടുന്നു. മറുനാടിന് തുടക്കം മുതൽ ഈ കേസിന്റെ അപ്ഡേറ്റുകൾ ഞങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. പതിയെ കേസ് ഇല്ലാതാകുന്നു. ആന്റണി രാജു കോടതിയിൽ ഹാജരാവുന്നില്ല, ഒരിക്കൽ പോലും വാറന്റ് പുറപ്പെടുവിക്കുന്നില്ല. അങ്ങനെ മുമ്പോട്ട് പോകുന്നതിനിടയിൽ മനോരമ ന്യൂസിലെ കുറ്റാന്വേഷണ ലേഖകനായ അനിൽ ഇമ്മാനുവൽ ഇതിന്റെ വിശദാംശങ്ങൾ തേടുന്നു. നിരവധി ക്ലേശങ്ങൾ സഹിച്ച് വിശദാംശങ്ങൾ സംഘടിപ്പിച്ച് മനോരമ ന്യൂസിൽ വാർത്ത കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ മനോരമ അത് കൊടുക്കാൻ വിസമ്മതിക്കുന്നു. സർക്കാരിനെ പിണക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മനോരമ ആ വാർത്ത നിഷേധിച്ചതോടെ മനോരമയിൽ ജോലി രാജിവെച്ച് പുറത്തു വന്ന അനിൽ ഇമ്മാനുവൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ രേഖകളെല്ലാം പുറത്തുവിട്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു. തുടർന്ന് കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി നടപടിക്രമങ്ങൾ പാലിക്കാത്തതുകൊണ്ട് പുതിയ കേസെടുക്കാൻ ഉത്തരവിടുകയും ചെയ്യുന്നു. ആന്റണി രാജു സുപ്രീം കോടതിയിൽ പോയെങ്കിലും രക്ഷയുണ്ടായില്ല. അങ്ങനെയാണ് നെടുമങ്ങാട് കോടതി പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത്.
സുപ്രീം കോടതി 1 വർഷത്തിനകം കേസ് തീർക്കണമെന്ന് ഉത്തരവിട്ടതുകൊണ്ട് കേസ് മുമ്പോട്ട് പോകുന്നു. അനിൽ ഇമ്മാനുവലിന്റെ കൃത്യമായ ഇടപെടൽ കേസിലുണ്ടാവുന്നു. ഒടുവിൽ ശിക്ഷിക്കപ്പെടുന്നു. വാസ്തവത്തിൽ ഈ കേസ് ആദ്യം തന്നെ തള്ളിപ്പോവേണ്ടതായിരുന്നു. TP സെൻകുമാറിന്റെ ഇടപെടലിനെ തുടർന്നാണ് കേസ് അന്വേഷണം നടന്നതും കേസിന്റെ കുറ്റപത്രം തിരുവനന്തപുരം കോടതിയിൽ സമർപ്പിച്ചതും. ആ കുറ്റപത്രത്തിൽ വിചാരണ നടക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ആന്റണി രാജു ഇത് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റിയത്. എന്തായാലും ജെട്ടി മോഷണ കേസിൽ മന്ത്രി ആന്റണി രാജു ജയിലിലാവുകയാണ്. ഒരു ചെറിയ കുറ്റകൃത്യം ചെയ്താലും നിയമപോരാട്ടം നടത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഏതു പ്രമുഖനും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നത് എന്നതിന്റെ ഉദാഹരണമാകുന്നു അനിൽ ഇമ്മാനുവലിന്റെ പോരാട്ടം. അനിൽ ഇമ്മാനുവലിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് 409 എന്ന സെക്ഷൻ കൂട്ടിച്ചേർത്തതും ആന്റണി രാജുവിന് 3 വർഷത്തിൽ കൂടുതൽ തടവ് കിട്ടും എന്ന് ഉറപ്പായതും. എങ്ങനെയാണ് പോരാട്ടം നടത്തിയത്, എങ്ങനെയാണ് വിജയിച്ചത് എന്ന് അനിൽ ഇമ്മാനുവൽ മറുനാടനോട് പറഞ്ഞതുകൂടി കേൾക്കുക. നമസ്കാരം അനിൽ, ഗംഭീരമായിരിക്കുന്നു, കൺഗ്രാലേഷൻസ്. ഇതിലേക്ക് അനിൽ എങ്ങനെ എത്തപ്പെടുന്നു ഒന്ന് പറയാമോ ഈ കേസിലേക്ക്? ഞാനിതിൽ തികച്ചും ജേർണലിസ്റ്റിക് ആയ ഒരു ഇടപെടലാണ് നടത്തിയത് 2022-ൽ. ഇതില് 1990-ൽ തുടങ്ങിയ കേസാണ്, നമുക്കറിയാലോ. അപ്പൊ അന്ന് മുതൽ ഈ കേസിനെ കുറിച്ച് പലപ്പോഴും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ചർച്ച വരുന്നുണ്ടെങ്കിലും ആന്റണി രാജുവിന്റെ സീറ്റ് നിശ്ചയിച്ചുകൊണ്ട് VS ഇടയ്ക്ക് ഇടപെടൽ നടത്തിയിരുന്നു. അങ്ങനെയൊക്കെ വാർത്തകളിൽ വരുന്നുണ്ടെങ്കിൽ ഈ കേസിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ച് ആർക്കും അറിയാത്തൊരു സാഹചര്യമായിരുന്നു. ആ സമയത്താണ് അത് 2022-ൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു ചർച്ചയിൽ, വിനു വി ജോൺ നയിക്കുന്ന ഒരു ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കറാണ് ഈ വിഷയം ഉന്നയിച്ച് എന്തോന്ന് പരാമർശിച്ചു പോകാനുണ്ടായത്. അതിനുശേഷം നമ്മുടെ മുതിർന്ന ജേർണലിസ്റ്റ് റോയ് മാത്യു ആണ് എന്നോട് ഒന്ന് പറഞ്ഞു, എന്താണ് ഈ കേസിൽ സംഭവിച്ചതെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് എടുക്കാൻ കഴിയില്ലേ എന്നോട് ചോദിച്ചു. നോക്കണമെന്ന് ഞാൻ മുമ്പ് കരുതിയിരുന്നു. അപ്പൊ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും തോന്നി അതെന്തായാലും നോക്കേണ്ടതാണ് എന്ന് തോന്നി. അങ്ങനെ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഇത് ഈ 16 വർഷമായി ഒരു നടപടിയും ഇല്ലാതെ കോടതിയിൽ കെട്ടിക്കിടക്കാണെന്ന് മനസ്സിലായി. 2006-ൽ കുറ്റപത്രം കൊടുത്ത ശേഷം 2006 മുതൽ 2014 വരെ വഞ്ചിയൂർ കോടതിയിലും പിന്നീട് അവിടെ 2014-ൽ നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റി. അതായത് ആന്റണി രാജു അപേക്ഷ നൽകി, ഞാൻ ഈ കോടതിയിലെ അഭിഭാഷകനാണ്, അതുപോലെ ഇതിലെ മറ്റു പ്രതിയായ ജോസ് അപേക്ഷ നൽകി, ഞാൻ ഈ കോടതിയിലെ സ്റ്റാഫുമാണ്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ വിചാരണ നടത്തിയാൽ നന്നാവില്ല എന്ന് പറഞ്ഞ് ഇവർ അപേക്ഷ നൽകിയത് പ്രകാരം ഇത് നെടുമങ്ങാട് കോടതിയിലേക്ക് 8 വർഷത്തിന് ശേഷം മാറ്റുന്നു. ആ നെടുമങ്ങാട് കോടതിയിലും പിന്നീട് 8 വർഷം ഇത് കെട്ടിക്കിടക്കുന്നു. അങ്ങനെ 16 വർഷമായി ഞാനിത് അന്വേഷിക്കുമ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കോടതി പോലും അസാധാരണമായ ഒരു സൗമനസ്യമാണ് ഈ പ്രതികളോട് കാണിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം ഈ 16 വർഷത്തിനിടെ ഒരിക്കൽ പോലും ഈ പ്രതികൾക്ക് ഒരു വാറന്റ് കോടതി അയച്ചിട്ടില്ല. പ്രതികൾ ഹാജരാകുന്നില്ല, വിചാരണ നടക്കുന്നില്ല, പക്ഷെ ഒരു വാറന്റ് പോലും പോകുന്നില്ല. അത് മനസ്സിലാക്കിയ ശേഷം ഞാൻ രേഖകൾ ശേഖരിക്കാൻ ശ്രമിച്ചു. രേഖകൾ ശേഖരിക്കാൻ ഞാൻ കേസിലെ കക്ഷിയല്ലല്ലോ, അതുകൊണ്ട് നടപടിക്രമങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് 226 പ്രകാരം എനിക്ക് അവകാശമുണ്ട്. പക്ഷെ ഞാൻ അപേക്ഷിക്കാൻ ചെന്നപ്പോൾ കോടതിയിൽ നിന്ന് ഒട്ടേറെ തടസ്സങ്ങളാണ്. എന്തിനധികം പറഞ്ഞാൽ അവിടുത്തെ മജിസ്ട്രേറ്റ് പോലും എന്നോട് ഇത് വല്ലവരുടെയും കേസല്ലേ, നിങ്ങൾ എന്തിനാണ് അതിൽ തലയിടുന്നത് എന്ന ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പൗരനാണ്, എന്നെ ഭരിക്കുന്ന മന്ത്രിയാണ്, അപ്പൊ എനിക്ക് അറിയാനുള്ള ഒരു അവകാശമുണ്ടല്ലോ. മാത്രമല്ല ഞാനിത് നിയമപ്രകാരമാണ് ഈ അപേക്ഷ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് പിന്നീട് ഈ സമാനമായ വകുപ്പിൽ അപേക്ഷകൾ നിഷേധിച്ച ഘട്ടങ്ങളെയൊക്കെ ഹൈക്കോടതികളൊക്കെ ഇടപെട്ടിട്ടുള്ള ചില വിധിന്യായങ്ങളൊക്കെ അദ്ദേഹത്തെ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അതിനുശേഷമാണ് പിന്നീട് ഇവിടെ അങ്ങനെ പതിവില്ല, അങ്ങനെ കൊടുക്കാറില്ല എന്ന് കോടതി സ്റ്റാഫൊക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ കൊടുത്താലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു വകുപ്പുണ്ട്, റൂൾ 226 എന്ന് പറഞ്ഞ നെടുമങ്ങാട് കോടതിക്ക് ആപ്ലിക്കബിൾ അല്ല എന്ന് വരില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയെല്ലാം അവിടെ ഒരുപാട് വാദിച്ച് മജിസ്ട്രേറ്റിനോട് തന്നെ ഈ മട്ടിൽ വിശദീകരണങ്ങൾ കൊടുത്ത ശേഷമാണ് പിന്നീട് ഏതാണ്ട് 1-2 മാസങ്ങൾ കൊണ്ട് ഈ രേഖകളെല്ലാം കിട്ടുന്നത്. അത് ഇത്ര വർഷമായ രേഖയാണ്, തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷെ സ്റ്റാഫ് പിന്നീട് വളരെ സൗമനസ്യത്തോടെ അവരിതെല്ലാം എനിക്ക് എടുത്തു തരാൻ മുന്നിൽ നിന്നു എന്നുള്ളതാണ്. അങ്ങനെ രേഖകൾ ശേഖരിക്കുന്നത് താങ്കൾക്കറിയാമല്ലോ, ഞാനന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇതുമായി ഈ വാർത്തയാക്കാൻ സമീപിക്കുമ്പോഴാണ് ഞാനിത് സാധാരണ നിലയ്ക്ക് നമ്മൾ ചെയ്യാറുള്ള ദിവസങ്ങളോളം നീളുന്ന പരമ്പരയായി തന്നെ ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. അങ്ങനെ സമീപിക്കുമ്പോഴാണ് അവിടെ പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അന്ന് പറയുന്നത്. സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് ആയിരുന്നു നിലപാട്. അതുകൊണ്ട് തന്നെ ഞാനിത് എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പബ്ലിഷ് ചെയ്യേണ്ടി വന്നു. 2022 ജൂലൈ 17 മുതൽ അതിന്റെ ഒരാഴ്ചയോളമാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇത് പബ്ലിഷ് ചെയ്തത്. അവിടെ നിന്നാണ് നിങ്ങളുടെ അടക്കമുള്ള മാധ്യമങ്ങളും അത് ഏറ്റെടുത്ത് വലിയ വാർത്തയാവുന്നു. അതോടെ ഹൈക്കോടതി ഇടപെടലുണ്ടാകും. ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഹൈക്കോടതി റിപ്പോർട്ട് തേടുന്നു. അതിന് പിന്നാലെ ഇതിൽ 2ാം പ്രതി ആന്റണി രാജു കേസ് ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. 1990-ൽ ഉണ്ടായ കേസിൽ 2022-ലാണ് ഈ പ്രതി കേസിൽ നടപടിക്രമങ്ങളിൽ പിഴവുണ്ടെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്നത്. അത് ഇങ്ങനെ ഇത് പൊങ്ങി വന്നപ്പോൾ മാത്രമാണ്. അപ്പോ അതിന് അയാളുടെ അപേക്ഷ ഭാഗികമായി അംഗീകരിച്ചുകൊണ്ട് കോടതി ഒരു ഉത്തരവ് കൊടുക്കുന്നു. പക്ഷെ അതിൽ തൃപ്തിയാകാതെ അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. പിന്നീട് സുപ്രീം കോടതിയാണ് ഇത് ഇനി ഒരു തരത്തിലൊരു കാലതാമസം അനുവദിക്കാൻ കഴിയില്ല, എത്രയും വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന് കർശനമായി നിർദ്ദേശിച്ചുകൊണ്ട് 2024 നവംബർ
20 ഉത്തരവിറക്കിയത് പ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധി വന്നിരിക്കുന്നത്. അല്ല, അതിന്റെ ഇടയ്ക്ക് മാറ്റമൊന്നും വന്നില്ല. കേസ് അങ്ങനെ തന്നെ, പഴയ കേസ് തന്നെ അല്ലേ? പുതിയ എഫ്ഐആർ? പഴയ കേസ് തന്നെ. ഈ അനിൽരാജ് കൊടുത്ത അപേക്ഷ ഭാഗികമായി അംഗീകരിച്ചിട്ടുള്ള ഹൈക്കോടതി അന്ന് പറഞ്ഞിരുന്നു ഇത് കേസ് എടുത്തതിൽ നടപടിക്രമങ്ങളിൽ പിഴവുണ്ട്, അതുകൊണ്ട് കേസ് റദ്ദാക്കി പുതിയ കേസുമായി മുന്നോട്ട് പോകണമെന്ന് ഹൈക്കോടതി അന്ന് ഹൈക്കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോഴാണ് അനിൽരാജ് സുപ്രീം കോടതി പോകുന്നു. അപ്പോൾ ഒരു മാറ്റവും വേണ്ട, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി വിചാരണ പൂർത്തിയാക്കണം എന്ന് സുപ്രീം കോടതിയിൽ ഇപ്പോൾ വിരമിച്ച ജസ്റ്റിസ് CT രവികുമാർ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏറ്റവും അവസാനമായിട്ട് ഓർഡർ ചെയ്താണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് വിചാരണ ഈ ഒരു വർഷം കൊണ്ട് പൂർത്തിയാകുന്നത്. അതല്ലെങ്കിൽ അറിയാമല്ലോ, ഇതിൽ സാക്ഷികൾ 10-32 സാക്ഷികൾ ഉണ്ടായിരുന്നതിൽ 4-5 പേര് മരിച്ചു പോയിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങളോളം ഇത് നീണ്ടുപോയപ്പോൾ അവരിൽ പലരും കോടതി നേരിട്ട് ഹാജരാകാൻ കൂടി കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ആരോഗ്യപരമായൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാണ് അവർ പലരും. പ്രത്യേകം എടുത്തു പറയേണ്ടത് ഇതിലെ 2006 TP സെൻകുമാർ നിർദ്ദേശിച്ചത് പ്രകാരം അന്വേഷിച്ച വക്കം പ്രഭ എന്ന ഉദ്യോഗസ്ഥൻ, DYSP എന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹമാണെങ്കിൽ ഒരുപാട് പലതവണ കോടതി ഹാജരാകാൻ വേണ്ടി അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്ത് വരേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മകളുടെ ഒപ്പം തൃശ്ശൂരിലായിരുന്നു അദ്ദേഹം താമസം. അവിടെ നിന്നൊക്കെ വന്ന് വളരെ പാടുപെട്ടാണ് ഈ കേസിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്നുള്ളതുകൂടി എടുത്തു പറയേണ്ടത്. അതുപോലെ ഈ നടപടിക്രമത്തിൽ ഈ കോടതിയിലേക്ക് വന്ന ഈ ഒരു 2 കൊല്ലത്തെ നടപടിക്രമത്തിൽ അനിലിന് റോൾ വല്ലതുണ്ട്? അനിൽ അതിന്റെ അതുവരെ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നോ? കോടതിയിലേക്ക് വന്ന ശേഷം ഞാൻ അതിനകത്ത് ചില ഇടപെടലുകൾ നടത്തേണ്ടി വന്നു. അതിൽ ഒന്ന് പ്രധാനമായിട്ട് ഞാൻ ആവശ്യപ്പെട്ടത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഇതുപോലൊരു കേസാകുമ്പോൾ മറുവശത്ത് ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന വളരെ മുതിർന്ന അഭിഭാഷകരാണ്. അതിലൊന്ന് അഡ്വക്കേറ്റ് ശാസ്ത്രമംഗല അജിത്ത് എന്ന് പറയുന്ന CBIയുടെ ഒക്കെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്, മുതിർന്ന അഭിഭാഷകനാണ്. അപ്പൊ അദ്ദേഹമൊക്കെ മറുഭാഗത്ത് വരുമ്പോൾ ഇവിടെ അത്രയില്ലെങ്കിലും സാമാന്യ സീനിയോറിറ്റി ഉള്ള ഒരു അഭിഭാഷകൻ വേണമെന്ന് ഞാൻ കണക്കുകൂട്ടി അതിനുവേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷെ ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഏതായാലും അതിനുശേഷം ഇത് വാദിച്ച APP A മൻമോഹൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും വളരെ ഹാർഡ് വർക്ക് ചെയ്തതിന് അതാണ് അദ്ദേഹം ഈ കേസിന് ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ഈ സമയത്ത് എടുത്തു പറയാവുന്നതാണ്. ഓക്കെ, ഈ തെളിവ് ഈ വക്കം പ്രഭയെ കൊണ്ടുവരാനൊക്കെ നിങ്ങളുടെ ഇടപെടലുണ്ട്? ഇല്ല, അതൊക്കെ നാച്ചുറലി അങ്ങനെ സംഭവിക്കും. അതിന് നമ്മൾ ആവശ്യം വരില്ലല്ലോ. അത് അദ്ദേഹം തന്നെ വന്നു, അദ്ദേഹം വന്നു, കഷ്ടപ്പെട്ടാണെങ്കിൽ അദ്ദേഹം വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആ ഘട്ടത്തിൽ നമുക്ക് അത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലാതെ മറ്റാർക്കും ആ ഘട്ടത്തിൽ റോളില്ലല്ലോ. പബ്ലിക് പ്രോസിക്യൂട്ടർ അപേക്ഷ നൽകി. അതിൽ പ്രധാനമായിട്ട് പറയാവുന്ന ഒരു കാര്യം, ഇന്ന് കോടതിക്ക് ഈ വിചാരണ കോടതിക്ക് ശിക്ഷ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രോസിക്യൂട്ടർ അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോടതിയായിട്ട് 3 വർഷം വരെ മാത്രം ശിക്ഷ പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ വന്നിരിക്കുന്ന 409 എന്നൊരു വകുപ്പ് പ്രകാരം പൊതുപ്രവർത്തകരുടെ വഞ്ചനാക്കുറ്റം, അതിനുള്ള ശിക്ഷ ജീവപര്യന്തം വരെ വരാവുന്നതാണ്. അത് ഈ കോടതി കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ശിക്ഷ പറയാതെ മാറ്റിവെച്ചിരിക്കുന്നത്. അതിന്റെ ഫൈനൽ തീരുമാനമായോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ചായിട്ട് വാർത്തകൾ എനിക്കൊന്ന്. പക്ഷേ CDM-ന് 7 കൊല്ലമേ പറ്റുള്ളൂ തോന്നുന്നു. 7 കൊല്ലം പറ്റുള്ളൂ. അങ്ങനെ സെഷൻസിലേക്ക് മാറ്റേണ്ടി വരും. അങ്ങനെ നടപടി ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഏറ്റവും അവസാനം എനിക്കൊരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇതുണ്ടായത്. ഈ 409 എന്നുള്ള വകുപ്പ് കൂട്ടിച്ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാനാണ് ഈ വിചാരണയുടെ അവസാന ഘട്ടത്തിൽ കോടതിയെ സമീപിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടർക്കാരും വിചാരണ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വിചാരണ കോടതി അപേക്ഷ തള്ളി. അതിനുശേഷമാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയി ഇതിന് അപേക്ഷ നൽകി, ഹർജി നൽകി ഹൈക്കോടതി. അങ്ങനെയാണ് 409 പേര്. കാരണം ഈ ജോസ് എന്ന് പറഞ്ഞ 1-ാം പ്രതി ഒരു പൊതുപ്രവർത്തക, സിവിൽ പബ്ലിക് സർവന്റ് ആണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അയാളൊരു സർക്കാർ ഒരു ഔദ്യോഗിക രേഖ പുറത്തു കടത്തി ഇതുപോലെ മാനിപ്പുലേഷൻ നടത്തി എന്ന് പറഞ്ഞാൽ അതിന് ശിക്ഷ വേറെയാണ്. ആ ശിക്ഷ ഇത് കേസിൽ ഉണ്ടായിരുന്നില്ല. അത് അന്നത്തെ കാലഘട്ടത്തിൽ അത് ഒഴിവായി പോയതാണ്. പക്ഷെ അത് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മളാണ് ഇപ്പോൾ അപേക്ഷ കൊടുത്തത്. അത് അനുവദിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ കൂടിയ ശിക്ഷ പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. ഓക്കെ, താങ്ക് യു അനിൽ. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ.